രാജ്യം വൈദ്യുത വാഹനങ്ങളിലേക്ക് മാറുന്നതിനായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. എന്നാൽ രാജ്യത്ത് ഇവികളുടെ ജനാധിപത്യവൽക്കരണത്തിന് പ്രധാനമായും വിലങ്ങുതടിയാകുന്ന ഒന്നാണ് ചാർജിംഗ് അടിസ്ഥാന സൗകര്യ വികസനം. ചാർജിംഗ് അടിസ്ഥാന സൗകര്യ വികസനം മന്ദഗതിയിലാണ് എന്നുള്ളത്. പെട്രോൾ പമ്പുകൾ പോലുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ വന്നാൽ ആളുകൾ ഉറപ്പായും ബദൽ ഇന്ധനത്തിലേക്ക് മാറും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ തങ്ങളുടെ സ്ഥലത്ത് ചാർജറുകൾ സ്ഥാപിച്ചാൽ അതുവഴി അവർക്ക് വരുമാനവും ലഭിക്കും. ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് പദ്ധതിക്ക് ശേഷം കേന്ദ്ര സർക്കാർ രൂപം നൽകിയതാണ് പ്രധാനമന്ത്രി ഇ-ഡ്രൈവ് പദ്ധതി. 10,000 കോടി രൂപയുടെ പദ്ധതിയിൽ ചാർജിംഗ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 2,000 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 28 പുറത്തിറങ്ങിയ മാർഗനിർദ്ദേശം പ്രകാരം സബ്സിഡിക്ക് അർഹരായ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള ചിലവുകൾക്കും ഇ-വി സപ്ലൈ എക്യുപ്മെന്റുകൾ വാങ്ങുന്നതിനുള്ള സഹായവും ഇതിൽ ഉൾപ്പെടുന്നു. ട്രാൻസ്ഫോർമറുകൾ, ലോ ടെൻഷൻ, ഹൈ ടെൻഷൻ കേബിളുകൾ, AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ, സർക്യൂട്ട് ബ്രേക്കറുകൾ, ട്യൂബുലർ അല്ലെങ്കിൽ PCC മൗണ്ടിംഗ് സ്ട്രക്ചറുകൾ, വേലികെട്ടൽ അടക്കമുള്ളവ, മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമാണ്. ഇ-വി സപ്ലൈ എക്യുപ്മെന്റുകളിൽ ചാർജിംഗ് ഗണ്ണുകൾ ഉൾപ്പെടെയുള്ളവ ഇ-വി ചാർജറുകളിൽ വരും. കേന്ദ്ര സർക്കാർ വകുപ്പുകൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രാലയത്തിന് കീഴിൽ ഈ പദ്ധതിക്ക് അപേക്ഷ നൽകാം. ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താനും ഈ സ്ഥാപനങ്ങൾക്ക് ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്താവുന്നതാണ്. തുടർന്ന് കേന്ദ്ര മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിക്കണം. നേരിട്ട് ഇ-വി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനും പരിപാലിക്കാനും അല്ലെങ്കിൽ ചാർജിംഗ് പോയിന്റ് ഓപ്പറേറ്റർമാരെ നിയോഗിക്കാനും സാധിക്കും. പെട്രോളിയം, പ്രകൃതിവാതകം, റോഡ് ഗതാഗത, ഹൈവേ, ആരോഗ്യ കുടുംബക്ഷേമം, ഊർജം, ഭവന നഗരകാര്യം, റെയിൽവേ, സിവിൽ ഏവിയേഷൻ, തുറമുഖം, ഷിപ്പിംഗ് എന്നിവയ്ക്ക് അവരുടെ കീഴിലുള്ള CPSCകൾ വഴിയോ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത ഏജൻസികൾ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കൺവെർജൻസ് ഏജൻസി സർവീസസ് ലിമിറ്റഡ്, മെട്രോ റെയിൽ കോർപ്പറേഷനുകൾ എന്നിവയുൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നേരിട്ടോ മാതൃ മന്ത്രാലയങ്ങൾ വഴിയോ അപേക്ഷിക്കാം. 2011 സെൻസസ് പ്രകാരം 10 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങൾ ഭവന നഗരകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ച സ്മാർട്ട് സിറ്റികൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂരു, അഹമ്മദാബാദ് തുടങ്ങിയ 7 മെട്രോ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് PME ഡ്രൈവ് പദ്ധതി മുൻഗണന നൽകും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ തലസ്ഥാനങ്ങളിലും നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമിന് കീഴിൽ വരുന്ന നഗരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അർഹരായ സ്ഥാപനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ ആവശ്യകത അനുസരിച്ച് മറ്റ് നഗരങ്ങളിലും ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാവുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി രാജ്യത്തുടനീളം ഡിമാൻഡ് അനുസരിച്ച് ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുമെന്ന് ഉറപ്പാക്കുന്നു. നഗരപരിധിക്ക് പുറത്തുള്ള ചില ഹൈവേകളിലും അന്തർ സംസ്ഥാന പാതകളിലും ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് ഇ-വികളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ സഹായിക്കും.